ാണ് വി എസിന്റെ പ്രസംഗങ്ങൾ കേട്ടിട്ടുള്ളവരാണ്. കാരണം തലസ്ഥാന നഗരത്തിൽ പലയിടങ്ങളിലും വി എസിന്റെ ആ ഒരു വാക്ചാതുരി അത് അലയടിച്ചിട്ടുള്ളതാണ് വളരെയധികം വർഷങ്ങൾ. അതിനാൽ തന്നെ ഇവർക്കെല്ലാം വി എസിനെ അറിയാം. വി എസിന്റെ യാത്രകൾ, തലസ്ഥാന നഗരത്തിലെ യാത്രകൾ, ഇതെല്ലാം അറിയാവുന്ന ആളുകളാണ് ഇവരെല്ലാം. അമ്മേന്റെ പേരെന്താ? അമ്മേ, എന്റെ പേര് വാമന. വാമന സെക്രട്ടേറിയറ്റിൽ ജോലി. പെട്ടെന്ന് വിട്ടേ, വെള്ളം വേണമെങ്കിൽ ഒരു കമ്മ്യൂണിസ്റ്റ് ഒരിക്കലും അസ്തമിക്കാത്ത സൂര്യൻ പാവപ്പെട്ടവർക്ക് വേണ്ടി ജീവൻ ഒഴിഞ്ഞു വെച്ചു. നേരത്തെ സെക്രട്ടറിയിലെ ജീവനക്കാരി പറഞ്ഞതുപോലെ വി എസ് എന്ന സഖാവ് നഷ്ടപ്പെട്ടതിന്റെ ഒരു വേദനയായിരുന്നു അവർ പങ്കുവെച്ചുകൊണ്ടിരുന്നത്. ഇത്തരത്തിലുള്ള ഒരുപാട് കാഴ്ചകൾ ഇവിടെയുണ്ട്. ഇനിയും ഇതിപ്പോൾ ക്യൂ നീളുന്നതുകൊണ്ട് തന്നെ എന്നാലും ഒരു ആശ്വാസമുള്ളത് വെയിൽ കനത്തിട്ടില്ല എന്നതാണ്. മഴയും പെയ്യുന്നില്ല, അതുകൊണ്ട് കാലാവസ്ഥ നല്ലതാണ്. അതിനാൽ തന്നെ ആളുകൾക്ക് അത്ര കണ്ട് ഒരു ക്യൂ നിന്നാൽ തന്നെ അത്ര കണ്ടൊരു ശാരീരിക പ്രശ്നങ്ങൾ ഉണ്ടാകുവാനുള്ള സാധ്യതയില്ല. എങ്കിലും വെള്ളം കൊടുക്കും, വെള്ളം കൊടുക്കും. ഇപ്പൊ ഇവിടെയല്ലേ എന്റെ വീട്. അവിടെ നിന്ന് ഞാൻ വന്ന് അവിടെ അപ്പോൾ വിടൂല. അന്ന് ഉറക്കം കഴിച്ച് ഞാൻ വരക്കാം. എനിക്ക് വയ്യ സാറേ. 76 വയസ്സ്. ഞാൻ 70 പെൻഷനായി. ഇവിടുന്ന് ചെണ്ട വേണം കേൾക്കുമ്പോ ഞാൻ ഇവിടുന്ന് കളിക്കാൻ തുടങ്ങി. AKG വരെ ഞാൻ ഒരു നേതാക്കളെ ഞാൻ മറക്കൂല. എന്റെ നയനോടാണ് എനിക്ക് ജോലി എന്നത്. എന്റെ നയനോർ താകാവാണ് എനിക്ക് ജോലി എന്നത്. ഇത് ചില കാഴ്ചകൾ മാത്രമാണ്. ഇവിടെ സ്ത്രീകൾ ഒരുപാട് വന്നിട്ടുണ്ട്. വി എസിന്റെ കാലത്ത് നമുക്കറിയാം, വി എസിന്റെ പ്രസംഗങ്ങൾ കേൾക്കാനൊക്കെ തടിച്ചുകൂടിയിരുന്ന പുരുഷാരം, അത് നമുക്കറിയാവുന്നതാണ്. ഒട്ടേറെ സ്ത്രീകൾ വി എസിന്റെ പ്രസംഗങ്ങൾ കേൾക്കുവാനായിട്ട് ഓരോ സമ്മേളനങ്ങളിലും ഉണ്ടായിരുന്നു. അത് മാത്രമല്ല, കണ്ണേ കരളേ വി എസ് എ എന്നുള്ള ആ വാചകം തന്നെ അത് പ്രസിദ്ധമാണല്ലോ. വി എസ് ഒരുപാട് സമ്മേളനങ്ങളിൽ വരുമ്പോഴെല്ലാം മുഴുങ്ങിക്കേട്ടിരുന്ന ആ കാര്യം അതും പല ആളുകളും ഇവിടെ ഏറ്റുപറയുന്നുണ്ട്. ഇങ്ങോട്ട് വി എസ് അച്യുതാനന്ദന്റെ മൃതദേഹം കൊണ്ടുവന്ന സമയത്തും ആ കാഴ്ചയും ആ ശബ്ദവും കേൾക്കാമായിരുന്നു. ഈ കണ്ണേ കരളേ വി എസ് എ എന്നുള്ള പ്രയോഗങ്ങൾ, ഇത്തരത്തിലുള്ള കാഴ്ചയാണ് പല സ്ഥലങ്ങളിലും ഇപ്പോൾ തടിച്ചുകൂടിയിരുന്ന ജനങ്ങളിൽ നിന്ന് ഉണ്ടാകുന്നതും ഇത് തന്നെയാണ്.
തെങ്ങ് മുദ്രാവാക്യങ്ങൾ മുഴങ്ങി കേൾക്കുകയാണ്. VS-ന് ആദരാഞ്ജലി അർപ്പിക്കുന്നതിന് വേണ്ടി എത്തുന്നവരുടെ ക്യൂ. ഇതാ ക്യൂവിന്റെ ഒരു പുതിയ ദൃശ്യമാണ് ഇപ്പോൾ കാണുന്നത്. ക്യൂവിന്റെ പുതിയ ദൃശ്യം ഇപ്പോൾ 1 കിലോമീറ്ററിനും അപ്പുറത്തേക്ക് ക്യൂ രൂപപ്പെട്ടു കഴിഞ്ഞു എന്നതാണ്. ഇപ്പോഴും നേരത്തെ കണ്ട സെക്രട്ടേറിയറ്റിലെ മുൻ ജീവനക്കാരി, അവർക്ക് ഇതുവരെ അകത്ത് കടക്കാൻ കഴിഞ്ഞിട്ടില്ല. അത് ആരുടെയും കുറ്റമല്ല, കാരണം അവിടെ വളരെ സാവധാനമേ ക്യൂ ഉള്ളിലേക്ക് ജനങ്ങൾക്ക് ക്യൂവിലൂടെ പ്രവേശിക്കാൻ കഴിയുകയുള്ളൂ എന്നതാണ്. ഇതാണിത് ഇപ്പോൾ ഒറ്റ ഗേറ്റ് വഴി ആളുകളെ കടത്തിവിട്ടുകൊണ്ടിരിക്കുകയാണ്. അരുൺ, ഇതിപ്പോ ഒരു ഗേറ്റ് വഴിയാണല്ലോ അല്ലെ? ഒറ്റ ഗേറ്റ് വഴി മാത്രമേ ഉള്ളൂ. അത് അപ്പുറത്തെ ഗേറ്റ് വഴി തുറന്നിട്ടുണ്ട് അല്ലെ? 2 ഗേറ്റ് വഴിയാണ് ഇപ്പോൾ ആളുകളെ അകത്തേക്ക് കടത്തിവിട്ടുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ നോർത്ത് ഗേറ്റ് 2 ആയിരുന്നു ആദ്യം തുറന്നത്, തൊട്ട് പിന്നാലെ തന്നെ അപ്പുറത്തെ ഗേറ്റ്. അതിനിടെ മനുഷ്യ 2 ഗേറ്റ് വഴി ആളുകളെ കടത്തിവിടുന്നുണ്ട്. അത് ഈ നോർത്ത് ഗേറ്റും സമര ഗേറ്റും അതുപോലെ തന്നെ ട്രഷറി ഗേറ്റും 2 ഗേറ്റ് വഴിയും ആളുകളെ കടത്തിവിടുന്നുണ്ട്. ഈ നോർത്ത് ഗേറ്റിലെ ക്യൂ ഞാൻ നോക്കുമ്പോൾ AG's ഓഫീസ് പിന്നിട്ട് വാൻവോസിലേക്ക് പോവുകയാണ്. എനിക്ക് തോന്നുന്നു പാളയത്തേക്ക് ക്യൂ അങ്ങോട്ട് നീളുന്നില്ല, ഇപ്പുറത്തേക്ക് താഴോട്ട് കടത്തിവിടുന്നതാണ് കാണുന്നത്. അതുപോലെ